ഹേ തിനുഫേസ് അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. ഇന്ന് ഒരു സിനിമ അപ്ഡേറ്റ് ഉണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അയാം ഗെയിം എന്ന ദുൽഖർ ചിത്രത്തിൻ്റെ ഈ കാണുന്ന പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കീഴിലും പോസ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചിത്രം ഓണത്തിന് തന്നെയാണ് റിലീസിന് എത്തുന്നത്. എന്തായാലും ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ദൃശ്യം 3 എന്ന ലാലേട്ടൻ്റെ ഈ വർഷത്തെ ഹിറ്റ് ചിത്രമാണ്. ചിത്രം അങ്ങനെ OTT എത്തുകയാണ്. ഈ വരുന്ന ജൂൺ 18 നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ഏതാണ്ട് 4ഓളം ഭാഷയിലൂടെ ചിത്രം OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. സിനിമ ഇപ്പോൾ തന്നെ 236 കോടി വേൾഡ് വൈഡായിട്ട് നേടിയിട്ടുണ്ട്. 300 കോടി പ്ലസ് ബിസിനസ് ഉൾപ്പെടെ ചിത്രം നേടിയിട്ടുണ്ട്. പവൻ കല്യാണിൻ്റെ ദേ കോൾ ഹിം OG എന്ന ചിത്രത്തിന് ഒരു 2ാം ഭാഗം ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് കൺഫേം തന്നെയാണ്. എന്തായാലും നമുക്ക് ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിദംബരം ലാലേട്ടൻ ചിത്രം എപ്പോഴെന്ന് ഒരു സംശയം നമ്മുടെ ആരാധകർക്ക് എപ്പോഴും ഉണ്ട്. ചിത്രം നമ്മുടെ ചിദംബരം പറഞ്ഞ പോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അതൊരു സെലിബ്രേഷൻ മോഡിലുള്ള ഒരു പടം തന്നെ ആയിരിക്കും. പക്ഷേ അതെപ്പോൾ സംഭവിക്കും എന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് അങ്ങനെ ഒരു ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ദുരന്തർ 2 എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ആദിത്യധറിൻ്റെ അടുത്ത ചിത്രം നമ്മുടെ പ്രഭാസിൻ്റെ ഒപ്പമാണെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ റിപ്പോർട്ടുകൾ തൽക്കാലം വരുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രഭാസിനെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. ആര്യ നായകനായ ചിത്രമാണ് അനന്തങ്കാട്. ചിത്രത്തിൽ ഒട്ടനവധി നമ്മുടെ മലയാളി താരങ്ങളുമുണ്ട്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നേ ദിവസം വൈകിട്ട് 7 മണിയോടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് OTT വാർത്തകളാണ്. നമ്മുടെ ഇന്ദ്രത്തിൻ്റെ ആശാൻ എന്ന ചിത്രം സ്റ്റാർസ് പ്ലേ എന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ ഓവർസീസിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സൺ നെക്സ്റ്റിലൂടെ ചിത്രം ഈ വരുന്ന ജൂൺ 19 റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു OTT ചിത്രം ഗു എന്ന ചിത്രമാണ്. ഈ വരുന്ന ജൂൺ 19 നമ്മുടെ മനോരമ ആപ്സിലൂടെ ഈ ചിത്രം റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അക്ഷയഗാനൊക്കെ ഉള്ള ഒരു ചിത്രമാണ് ഇക്ക. അപ്പോൾ ചിത്രം ഈ വരുന്ന ജൂലൈ 19 അതായത് അടുത്ത മാസം നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇന്ദ്രൻസും മധുബാലയൊക്കെ അഭിനയിച്ച ചിത്രം ചിന്ന ആസ ഈ വരുന്ന ജൂൺ 19 നമ്മുടെ തിയേറ്ററിൽ എത്തുകയാണല്ലോ. അപ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുള്ള OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.